ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ണിയപ്പമാണ് കേട്ടോ. ഉണ്ണിയപ്പം ഞാൻ ഒന്ന് രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സ്റ്റൈലാണ്. പക്ഷേ ഇത് കറക്റ്റ് അമ്മാമ്മ ഉണ്ടാക്കുന്ന പോലെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏകദേശം ടേസ്റ്റും അതിൻ്റെ ഒരു കാണുമ്പോഴുള്ള രൂപവുമൊക്കെ ഏകദേശം അങ്ങനെയാണ്. പക്ഷേ ഇന്നുണ്ടാക്കിയപ്പോൾ ചെറിയ പാളിച്ചകളൊക്കെ പറ്റിയിട്ട് ആകെ കുളമായിപ്പോയി. എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം കേട്ടോ. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അരി വെള്ളത്തിലിട്ടിട്ട് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ചെടുത്തിരിക്കുകയാണ്. 1 കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അത് അധികം വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് 3/4 കപ്പ് റവയും 1/2 കപ്പ് മൈദയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ടാണ് ഞാൻ ഉണ്ണിയപ്പത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ ചേരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. മൈദ മാത്രം അല്ലെങ്കിൽ റവ മാത്രം ഇടുമ്പോൾ അരിപ്പൊടിയുടെ കൂടെ ചേർക്കുമ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് ഒരു ഇതുണ്ടാവില്ല. ഈ റവ ചേർക്കുന്നത് കുറച്ചൊരു അത് ഇങ്ങനെ ഒരു ഭയങ്കര പഞ്ഞിപ്പല്ല, എന്നാൽ കുറച്ചൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു ടെക്സ്ചർ നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കലക്കി വെക്കുന്നുണ്ട്. കലക്കി വെച്ചിട്ട് ഇതിൽ ശർക്കരപ്പാനിയും ചേർക്കണം, തേങ്ങയൊക്കെ ചേർക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മളിത് കലക്കി വെച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്നതല്ല കേട്ടോ. കലക്കി വെച്ചിട്ട് ഒരു 4 മണിക്കൂർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിയുമ്പോൾ ശർക്കരപ്പാനിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഞാൻ ഈ മിക്സ് ചെയ്യുന്നതൊന്നും കാണിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പാളിപ്പോയി. കാരണം ശർക്കരപ്പാനി അങ്ങോട്ട് ചേർത്തതും വെള്ളം അങ്ങ് കൂടിപ്പോയി. അപ്പോൾ ഈ അരിയിലേക്കൊക്കെ ഇത് കുറച്ച് കട്ടയായിട്ടാണല്ലോ ഞാൻ കലക്കി വെച്ചിരുന്നത്. അപ്പോൾ ചേർത്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഇത് വെള്ളം പോലെ ആയാലും കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ആ അരിയൊക്കെ അതൊന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് റവയെല്ലാം കൂടെ ഒന്ന് വലിച്ചെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകും. ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ഇന്ന് എന്തോ ഒരു വിചാരത്തിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, വെള്ളമല്ല, കുറച്ച് റവയും കൂടെയൊക്കെ ഇട്ട്, പിന്നെ റവ എത്ര ഇട്ടിട്ടും അപ്പം തന്നെ ഇട്ടിട്ട് അതൊന്ന് കുറുകി വരണില്ല. അങ്ങനെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര വ്യത്യാസം വന്നു പോയിട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓവർ കോൺഫിഡൻസ് ഒട്ടും നല്ലതല്ല എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. എന്തായാലും നമ്മൾ ആ കറക്റ്റ് അളവെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് അല്ല ഇതിന് ഉള്ളത്. ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും അത്രയും സോഫ്റ്റ് അല്ല എന്നേ ഉള്ളൂ. അത്യാവശ്യം രുചി ഉണ്ടായിരുന്നു. എനിക്ക് ഷേപ്പൊക്കെ മറ്റതിൻ്റെ ഇതുപോലെ ഒന്നും വന്നില്ല കേട്ടോ. അതിലൊരു ഇത് തോന്നി. പിന്നെ എന്തായാലും കലക്കിയതല്ലേ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കലക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ളതല്ല. അപ്പുറത്ത് നമ്മുടെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ ആൻറ്റിക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. എന്തായാലും ഞാൻ കൊടുത്തു. കൂടുതൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്രയൊന്നും വെച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന അക്കയ്ക്ക് കൊടുക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു കൊറിയർ വന്നത്. ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ഓഫർ നടന്ന സമയത്ത്, മെഗാ സെയിൽ നടന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഈ കപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഓർഗനൈസ് ചെയ്ത് കിച്ചണിൽ വെക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒതുക്കി അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കൂടെ ഒന്ന് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നല്ല സാധനമാണ്. മറ്റത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിന് എനിക്ക് തോന്നുന്നു ഒരു 300 എത്രയോ ആയിട്ടുണ്ടോ, 400 താഴെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ. ഇപ്പോൾ വാങ്ങിച്ചിട്ട് 1 വർഷത്തിന് മേലെ ആയിട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടെ വാങ്ങിച്ചേക്കുന്നത് 277 രൂപയ്ക്കാണ്. രണ്ടിനും കൂടിയുള്ള റേറ്റാണ് കേട്ടോ. ഒരു കോംബോ ഓഫറായിരുന്നു അത്. അപ്പോൾ എനിക്ക് നല്ലൊരു ഡീലായിട്ട് തോന്നി. അപ്പോൾ തന്നെ ഞാനത് ഓർഡർ ചെയ്തു. നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. വന്നപ്പോഴും ക്വാളിറ്റിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്റ്റീലാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് കിച്ചണിൽ വെച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കുറച്ച് സ്പേസൊക്കെ ഒന്ന് അധികം ഇല്ലാത്ത കിച്ചണാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാൻ നല്ല ഉപകാരമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉച്ചയ്ക്ക് ഉള്ള പരിപാടികളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. നമുക്ക് കറിക്ക് ഇച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു, കൊഴുവ. നമുക്ക് കറി വയ്ക്കുന്നത് ഇവിടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു ചാറുകറി ഇരിക്കുന്നത് കൊണ്ട് എന്നാൽ പിന്നെ മീൻ പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പീര വറ്റിച്ചതില്ലേ അത്. അപ്പോൾ കൊഴുവ നല്ല ആ മീൻ പീര ഉണ്ടാക്കാൻ പറ്റിയൊരു കൊഴുവയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു പരീക്ഷണം ചെയ്യാം എന്ന് വിചാരിച്ചു.
കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ മാങ്ങ ഇട്ടിട്ട് മീൻ പീര ഉണ്ടാക്കുന്നത്, അത് പീര വറ്റിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും ഈ കുടംപുളി ഇട്ടിട്ടാണ് ചെയ്യണത്. ഞാൻ ഒരുപാട് പുളി ഇടില്ല, ചെറിയൊരു പുളി, അതായത് നമുക്ക് ഇതിനൊന്ന് ചെറുതായിട്ടൊരു പുളിയുടെ ടേസ്റ്റ് വരണം, അതിനു വേണ്ടി മാത്രം വളരെ കുറച്ചിടുള്ളൂ കേട്ടോ. അപ്പോൾ പുളിയുള്ള മാങ്ങ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പുളിയുള്ള മാങ്ങ ഇട്ടുണ്ടാക്കാം അങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ പുളിയുള്ള മാങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം നേരത്തെ കാണിച്ചില്ലേ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ചേ എടുത്തിട്ടുള്ളൂ, പച്ചമുളക് എല്ലാം എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊന്നും അരിഞ്ഞിടാറില്ല, ഞാനിങ്ങനെ ഒതുക്കിയാണ് ചേർക്കുന്നത്. അത്യാവശ്യം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് പിന്നെ ഒരു നുള്ള് ഞാൻ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് കാശ്മീരി. അപ്പോൾ നമുക്ക് ഒരു കളറ് ഒരു ഇച്ചിരി കൂടെ ഒരു മഞ്ഞപ്പിന്ന് അങ്ങോട്ട് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കൂടെ വേണം. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് സ്റ്റൗ കത്തിച്ച് അടുപ്പത്തേക്ക് അങ്ങ് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ കൈ ഒന്ന് പെരണ്ടിരിക്കണത് ഒന്ന് കഴുകി അങ്ങ് ഒഴിച്ചാൽ മതി. അത് അത്രയും മതിയാവും കേട്ടോ വെള്ളം. അത്രയും വെള്ളം തന്നെ ധാരാളം, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഇളക്കി തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ഉണ്ടാക്കണം, അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു പായസപ്പരിവായി പോവും. മീൻ ഏതാണ് അതാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ മീനങ്ങ് വെന്ത് കഴിയുമ്പോഴേക്കും പൊടിഞ്ഞു പോകുമല്ലോ. അപ്പോൾ വളരെ സൂക്ഷിച്ച് പയ്യെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. വലിയ പറയുന്ന പോലെ പേടിപ്പിക്കുന്ന പോലത്തെ പരിപാടിയൊന്നുമില്ല, പയ്യെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. ചെറുതായിട്ടൊക്കെ പൊടിയും, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഒന്നും പൊടിയാതെ അനങ്ങാതെ ഒന്നും എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിൽ നമ്മുടെ കറി റെഡിയാവും. കൊഴുവയ്ക്കൊന്നും ഭയങ്കര വേവൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ഏകദേശം ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുരുമുളക് പൊടിയും പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നന്നായിട്ടുണ്ട് കേട്ടോ ഒതുക്കിയപ്പോൾ, പറയാൻ മറന്നുപോയി. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ. ഞാൻ ഇവിടെ അക്ക വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അക്കയ്ക്ക് കൊടുത്തു വിട്ടു. 10-20 ഞാൻ കൊടുത്തു വിട്ടു. അതുപോലെ തന്നെ അപ്പുറത്തെ ആൻറ്റിക്കും കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണിത്. നമുക്കിവിടെ പാറുവിനും ഷൈചേട്ടനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പം നമുക്ക് കുറച്ച് കഴിക്കാൻ മാത്രം മതിയല്ലോ. അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇതാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ചെന്നൈയിൽ വന്നതിന് ശേഷം വാങ്ങിച്ചതാണ്. വീട്ടിലൊരെണ്ണമുള്ളത് ഓടിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പം ചട്ടി ഇല്ലാത്ത കാരണം എനിക്ക് ഉണ്ണിയപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്ത് ജയചന്ദ്രൻ്റെ പോയപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഓണത്തിൻ്റെ സമയത്ത്, ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. നല്ല ചട്ടിയാട്ടോ. ഈ ഉണ്ണിയപ്പച്ചട്ടി എപ്പോഴും വാങ്ങിക്കുമ്പോഴുണ്ടല്ലോ നല്ല ഇങ്ങനെ കുഴി കഴിഞ്ഞിട്ട് മുകളിലേക്ക് സൈഡിലിങ്ങനെ പൊങ്ങി നിൽക്കുന്ന സൈഡിൽ ആ ഒരു ഇതുണ്ടല്ലോ, അത് കുറച്ച് ഹൈറ്റ് ഉള്ളത് വാങ്ങിക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ എണ്ണ മുഴുവനും അങ്ങ് പുറത്തേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ ചട്ടി ഇതേപോലെ ചൂടാക്കി എണ്ണ ഒന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഇരുന്നോളുമല്ലോ. അങ്ങനെ അതും റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. സോപ്പുകളാണ്. നമുക്ക് നല്ല സോപ്പുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നല്ലത് പിന്നെ അത്യാവശ്യം നല്ല വിലയുമാണ്. ഭയങ്കര വിലയാണ് ചില ബ്രാൻഡ് സോപ്പുകളൊക്കെ ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് എൻ്റെ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ട് ഇതുപോലെ സോപ്പുകളും അങ്ങനെ കുറേ സാധനങ്ങൾ അവൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രാൻഡായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിലേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളവണ്ണം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കും കേട്ടോ. അതുപോലത്തെയാണ്, നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ആൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ വാങ്ങിച്ചു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അത് ഒരുപാട് ടൈപ്പ് സോപ്പുണ്ട്. എല്ലാം നമുക്ക് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പല ടൈപ്പ് സോപ്പുകളുണ്ട്. നാൽപ്പാമരം സോപ്പ്, പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാലിലുണ്ടാക്കുന്നത്, തേങ്ങാപ്പാൽ സോപ്പ്, പപ്പായ സോപ്പ്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് പെട്ടെന്നൊന്നും ഓർത്ത് പറയാൻ കിട്ടണില്ല. അങ്ങനത്തെ തുളസിയുടെ, പനിക്കൂർക്കയുടെ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. മിക്സ് ചെയ്തുണ്ടാക്കുന്നത്, അലോവേരയുടെ, അങ്ങനെ എല്ലാം ഉണ്ട്.
അപ്പോൾ ഞാനത് വാങ്ങിച്ച് അപ്പോൾ ഒരു 10 എണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം ഞാനും ഹസ്ബൻഡ് യൂസ് ചെയ്യാനായിട്ടായതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ലസിത എന്നാണ്. അപ്പോൾ ആൾ പറഞ്ഞു മഞ്ഞളില്ലാത്തത് മതി ജെൻസിന് യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ മഞ്ഞളില്ലാത്ത കുറച്ച് സോപ്പ് അയച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് കേട്ടോ. ഇതൊരു ഹെയർ സിറമാണ്. അപ്പോൾ മുടി കിളിർത്ത് വരാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ അത് കേടായി പോകും. അതിൽ അങ്ങനെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ലിപ് ബാം. ഇത് നമ്മുടെ പാറുക്കുട്ടിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചത്. ഞാൻ കുട്ടികൾക്കുള്ള ലിപ് ബാം നോക്കുമ്പം അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ നോക്കുമ്പോൾ നല്ല വിലയാണ് കേട്ടോ. നല്ല വില എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപ എന്തായാലും ഉണ്ട്, അതിന് 500 മേലെയുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ അടുത്ത് ഉള്ളത്, ഈ ലസിതയുടെ അടുത്തുള്ളത് നല്ല ഇതുപോലെ പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, അങ്ങനെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെയാണ് ആൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ധൈര്യം ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു ആൾ ഉപയോഗിച്ചോളാൻ. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാട്ടോ. നല്ല സാധനമാണ്, ഭയങ്കര ഫ്രാഗ്രൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം ബിരിയാണി ഉണ്ടാക്കിട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഞാൻ എപ്പോഴും ജീര റൈസിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഉരുളി കൊണ്ടുവന്നാൽ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല സുഖമാണ് ഇതിൽ ഉണ്ടാക്കാൻ, ഒട്ടും അടി പിടിക്കില്ല. വളരെ നമുക്കിങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഞാൻ പറഞ്ഞു വന്ന ജീര റൈസിൽ ഞാൻ ഉണ്ടാക്കാറുള്ളൂ ബിരിയാണി, എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഞാൻ ബസ്മതി റൈസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ജീര റൈസ് നല്ലത് തന്നെയാണ്, പക്ഷേ ബസ്മതി റൈസ് എനിക്ക് എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പം അത്ര ഉണ്ടാക്കി കഴിയുമ്പോൾ, ഈ ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. പക്ഷേ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉലർന്ന അരി, നല്ല രസമായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ പപ്പടവും നമ്മൾ അന്ന് ഉണ്ടാക്കിയ നാരങ്ങാച്ചാറുണ്ടല്ലോ, അതും സാലഡും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. താങ്ക് യു സോ മച്ച്.